ഹായ് ഫ്രണ്ട്സ്, പ്രീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളീ കാണുന്നത് എൻ്റെ അടുക്കള തോട്ടത്തിലെ ഒരു ചെറിയ വെണ്ടയ്ക്ക കൃഷിയാണ്. നമ്മൾ ഒരു തവണ ഒരു പാക്കറ്റ് വിത്ത് വാങ്ങി ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കിനി അടുത്ത കൃഷിക്ക് വേണ്ടുന്ന വിത്ത് നമുക്കിതിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് വെണ്ടയ്ക്കകൾ നമ്മൾ മൂപ്പെത്തിക്കാനായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ കൃഷി ചെയ്യാൻ വേണ്ടുന്ന വെണ്ടയ്ക്കയുടെ വിത്ത് നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ നല്ല വലിപ്പം ഇതിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത്ര വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തിയായിട്ട് കഴിക്കാൻ പറ്റും. ഒരു വിഷമടിക്കാത്ത സാധനമാണല്ലോ എന്ന് വിചാരിച്ചുമ്പോൾ കഴിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിന് നമ്മൾ വേണ്ടാത്ത വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ കോഴിവളത്തിന് ബുദ്ധിമുട്ടില്ലെന്നറിയാം, അപ്പോൾ കോഴിവളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് കുറച്ച് പച്ചച്ചാണകം കലക്കി ഒഴിച്ച് കൊടുത്തായിരുന്നു. പിന്നെ എന്നും മിറ്റം അടിക്കണം, അപ്പോൾ കരിയിലകളൊക്കെ അത്യാവശ്യമുണ്ട്. എന്നും തൂക്കുന്നത് അതിൻ്റെ കിട്ടുന്ന കരിയിലെല്ലാം കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുവട്ടിന് നല്ല തണലും കിട്ടും. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലെപ്പോഴും നമുക്ക് തണുപ്പ് നിലനിർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക പൊട്ടിക്കാം. ഇത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അമരവിത്ത് നമ്മൾ പാകി കിളിർപ്പിച്ചത്. അപ്പോൾ അതിനകത്ത് ഇത്ര ചെറിയ തൈയിലെ അതിൽ പൂവൊക്കെ വന്നിട്ട് അതിൻ്റെ കാ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമരക്കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം എന്താണെന്നറിയില്ല. ഇത്ര ചെറുതിലെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നതാണോ, ഇത്രയേ വളരത്തുള്ളൂ, ഇതൊന്നും അറിയാൻ വയ്യ. എന്തായാലും പൂത്തിട്ടുമുണ്ട്, അതിൽ കായും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയേ വളരൂ എന്നുണ്ടോയെന്നറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതൊക്കെ ചെറിയ തൈയിലേ കാ പിടിച്ചേക്കുവാണ്. ഇതെല്ലാം നട്ടതിന് ശേഷമാണ് ഞാൻ ഇത് നട്ടേക്കുന്നത്. അപ്പോൾ അതിലും കാ പിടിച്ചു. അപ്പോൾ നമ്മുടെ കുറച്ച് സമയം നമുക്ക്